ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് നമുക്ക് ഇവളെ ഇഗ്നോർ ചെയ്യാം. ഞാൻ മാത്രമാണ് ഇത് പറയാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ഇന്ന് തുടങ്ങാൻ പോകുന്നത് എന്താന്ന് വെച്ചോ, ഇന്ന് നമ്മളുടെ ഇന്ന് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇന്നൊരു സ്പെഷ്യൽ സൺഡേ ആണ്. മറ്റേ ക്രിസ്ത്യൻസിന്റെ ഇതിലായിട്ടുള്ള സ്പെഷ്യൽ സൺഡേ. സോ ഇതാണ് നമ്മളുടെ കപ്പ. അപ്പൊ നമ്മൾ കപ്പയും ചെമ്മീനും അല്ലേ, പിന്നെ ചെമ്മീൻ ഫ്രൈ, ബിരിയാണി ഓൾറെഡി അറിയല്ലേ, ചെമ്മീൻ ഫ്രൈ റോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ റോസ്റ്റ് വേണേല ഫ്രൈ പറഞ്ഞ മോള്. അതിനോട് ചെമ്മീൻ കറി എന്നൊന്നും പറയാൻ പറ്റൂല, വെള്ളം അതും പിന്നെ നമ്മുടെ ഇന്നലത്തെ ബാക്കിയുള്ള ബിരിയാണിയും ഉണ്ട്. അതും കൂടെയാണ് നമ്മൾ ഇന്ന് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആരാണ് വ്യക്തി എന്ന് ഉടനെ കാണാം. ഒരു 1 hourനുള്ളിൽ വരും. നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ നമ്മൾ വെള്ളത്തിൽ നമ്മൾ കുറച്ച് കപ്പാന്നല്ല, ഇനിയിപ്പോ അത് ഉണ്ടായി വരുമ്പോ ഇനി ഉണ്ടായി വരുമ്പോ അത് കുറച്ചായി പോകുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കരിമീൻ ഉണ്ട് കേട്ടോ. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. യെസ്, കാരണം ഇതിനധികം ടൈം എടുക്കൂല ചെമ്മീന്. സോ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, ഇവളുടെ ചെമ്മീൻ റോസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. മമ്മി പിന്നെ നമ്മള് ഒരു ഹെൽത്തി സാധനം, എന്തോന്നാ അതിന്റെ പേര്, നട്ട്സ് ബോൾ, നട്ട് ബോള് അങ്ങനെ പറയുന്ന സാധനം. മറ്റേ നട്ട്സ് ഒക്കെ ഇട്ടുണ്ട് ഇങ്ങനെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? മറ്റേ ഉണ്ടയാക്കിയിട്ട് അതിന്റെ നട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അത് ആക്ച്വലി പ്രോട്ടീൻ റിച്ച് ഒക്കെ ആണ്. നമ്മളത് അധികം ഒന്നും കഴിക്കൂല, ജസ്റ്റ് 1 bowl a day. ഈ മഴക്കാലം ഇതൊക്കെ ആയിട്ട് ആണെങ്കിൽ ഡു വി ഹാവ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്? ഇല്ല, നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞതാ. അപ്പൊ വാട്ട് വി വർ സേയിങ്, മഴക്കാലമൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര അലർജിയാണ്. ഞാനവിടെ കുറച്ചാളെ ഹോസ്പിറ്റലിൽ പോകണം വിചാരിച്ചിരിക്കുന്ന, പിന്നെ ഇങ്ങനെ മടി പിടിച്ച് സമയമില്ല. നിങ്ങൾക്കൊക്കെ അലർജി ഉണ്ടോ പറയണേ? മഴക്കാലം ആവുമ്പോ ഇവിടെ കണ്ണ് ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ് ഞാൻ അഡാപ്റ്റ് ആയി. ഇവിടുത്തെ പോളർ ബിയറോ ഇത്ര പെട്ടെന്ന് അഡാപ്റ്റ് ആവാൻ? നമുക്ക് ഇന്നലെ മട്ടനല്ല ബീഫ് ബിരിയാണിയാണെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ പുറത്തെടുത്ത്. മുളക് ഞാൻ പുറത്ത് വെച്ചിനോ? മുളകാ ഇല്ല, മുളക് എടുത്തില്ല. അപ്പം അതിതാ ഇത്ര ഉണ്ട്. സോ അപ്പൊ നമുക്ക് ഉപ്പിടാം. ബേബി ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെയാണ് നമ്മൾ കപ്പ ഉണ്ടാക്കുന്നുള്ളത്. കപ്പ മഞ്ഞ കളർ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അല്ല വെള്ള കളർ കപ്പയാ വേണ്ട. അപ്പൊ വെള്ള കളർ കപ്പക്ക് പുഴുങ്ങുക, എന്നിട്ട് കടുക് കളിക്കുക, മഞ്ഞപ്പൊടി ഇടാണ്ട്. കടുക് മാത്രം തളിച്ചാൽ മതിയോ? പിന്നെ വേപ്പല അപ്പുറത്തെ വീട്ടിലെ രാഘവനിടോ? ഞാൻ ചോദിച്ച കറക്റ്റ് ഇൻഗ്രീഡിയൻസ് പറയാനല്ല, ഓരോന്ന് തട്ടിക്കൂട്ട് പറയാനല്ല. കറക്റ്റ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞ കടുക്, ഉപ്പ്, മഞ്ഞപ്പൊടി വേണ്ട, മഞ്ഞൾപ്പൊടി പിന്നെ വേപ്പല, കടുക്, വേപ്പല, അത് മാത്രം. ഉപ്പിടണ്ടേ? ഉപ്പ് ഓൾറെഡി ഇപ്പൊ ഇടുകല്ലോ, വേണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഇട്ടാൽ മതി. ഞാൻ പറയാം. നമ്മള് എണ്ണ ഒഴിച്ചു. മതിയോ വെള്ളുള്ളി? മതിയോ? അല്ല അതും കൂടെ പൊളിക്കണം. ഇത് നിറച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോളുക. അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ കപ്പ ഉണ്ടാവുന്നു, താളിച്ചത് വരിക. അത് വരും കേട്ടോ. അങ്ങനെയാണ് സാധനം നമ്മൾ ഉണ്ടാക്കേണ്ടത്. നിന്നെ ഞാൻ പഠിപ്പിച്ചു തന്നതല്ല, നീ എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാലും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. നീ പറയണത് കേട്ടിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. നിന്റെ കാൽ കീഴിലല്ലേ എന്റെ സാധനം. നോക്കി ഓക്കെ, തക്കാളിയൊക്കെ വെട്ടി നമ്മൾ എന്താ കരയെന്നെ രണ്ടുപേരും വെട്ടി. ഉള്ളിന്റെ സ്റ്റോറി ഞാൻ പറയണ്ടല്ലോ. അയ്യോ ഒരു ഉള്ളിയുടെ സ്റ്റോറിയാണ്. പറഞ്ഞോ. ഇല്ല, ഉള്ളിന്റെ സ്റ്റോറി 10 പേര് അറിയട്ടെ നിന്റെ സ്റ്റോറി. ഇവിടെ അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാക്കൽ കാര്യമാണ്. എനിക്ക് അങ്ങനൊന്നും പറയാനൊന്നും പറ്റൂല. പറഞ്ഞ എന്തിനാണ്? ഉള്ളിയും തക്കാളിയും ഫ്രണ്ട്സ് ആയിരുന്നു. ഇവളെ കണ്ടുപിട്ടിയത്.
അല്ലേലോ പറഞ്ഞു കൊടുക്കും ബേബി. എന്താണ് ബേബി പറയ്. ഞാൻ ബേബിക്ക് പറഞ്ഞത് എനിക്ക് നോക്കണം ബേബി അത് ശ്രദ്ധിച്ച് കേട്ടിക്കോല്ലേ അടപത്തി. പറഞ്ഞേ. ഉള്ളിയും തക്കാളിയും ഫ്രണ്ട്സ് ആയിരുന്നു. തക്കാളി പോണ വഴിക്ക് തക്കാളി മരിച്ചുപോയി. അപ്പൊ നോക്കുമ്പോ തക്കാളിക്ക് കരയാൻ ആരുമില്ല, ഉള്ളി അല്ലാതെ. ഉള്ളിയും തക്കാളിയും പൊട്ടാറ്റോയും. ആ പൊട്ടറ്റോയും ഉണ്ട്. അപ്പൊ മരിച്ചുപോയി. അപ്പൊ തക്കാളി മരിച്ചപ്പ ആര് കരഞ്ഞേ? പൊട്ടറ്റോയും മറ്റേ ടോയും എന്തെന്നത് ഒനിയനും കരഞ്ഞ്. പിന്നെ നോക്കുമ്പോ അടുത്ത വളവില് പൊട്ടറ്റോ മരിച്ച്. അപ്പൊ അതിന് ഒനിയൻ കരഞ്ഞ്. നോക്കുമ്പോ ഒനിയനേ ഉള്ളൂ ഇനി. അപ്പൊ ഇനി നമ്മുടെ ഒനിയൻ മരിച്ച ആര് കരയൂന്ന് ഒരു ടെൻഷൻ. അപ്പൊ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. നമ്മുടെ ദൈവം പിന്നെ അപ്പൊ തന്നെ കേൾക്കുന്നത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് ഒനിയനെ ആര് വെട്ടുന്നോ അവരെല്ലാരും കരയണമെന്ന് ദൈവം ഒരു വരം കൊടുത്ത്. അങ്ങനെയാണ് നമ്മള് മനുഷ്യന്മാര് കരയുന്നത്. സമ്മറി ഓഫ് ദി സ്റ്റോറി. ഇതാണ് ഇവിടുത്തെ ഭീകരത്തി കണ്ടുപിടിച്ചത്. നിങ്ങൾ വിചാരിക്കണം ഞാൻ ഈ കഥയൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ജീവനോട് ഇരിക്കുന്നത്. ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ്സ് ലൈഫ്. അല്ലേ ബേബിയ? നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ. കത്തിയില്ലല്ലോ കയ്യിൽ. കത്തി വിടുന്നുണ്ട്. അങ്ങനെയൊക്കെ ജീവിക്കുന്നു ഓരോ കഥയൊക്കെ കേട്ട്, അല്ലേ കുട്ടാ? ഞാൻ പറയുന്ന ഞാൻ വരയ്ക്കുന്ന വരയിൽ കൂടെ നീ ജീവിച്ചാ മതി. അങ്ങനെ പറയല്ലേ ചേട്ടായി. ചേട്ടായി എന്തിനാ എന്നോട് ഇങ്ങനെ ടോക്സിക് ആവുന്നത്? അല്ലെങ്കിൽ കുറച്ച് ടോക്സിസിറ്റി ഒക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യണം. ടോക്സിസിറ്റി ആണ് എല്ലാം. ടോക്സിസിറ്റി, മിസോജനി എല്ലാമാണ്. അയ്യോ, അത് സ്പ്രെഡ് ചെയ്ത ചേട്ടായിനെ സൊസൈറ്റി എന്ത് പറയും? എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല. ഞാൻ അയ്യോ അങ്ങനെ പറയരുത് ചേട്ടായി. നമ്മൾ സൊസൈറ്റിയെ പേടിച്ച് ജീവിക്കണം. എനിക്ക് പേടിക്കേണ്ട കാര്യമല്ല, കാരണം ഞാനാണ് ഭരിക്കുന്നത്. ചേട്ടായി ആണാണല്ലോ. ചേട്ടായി ആണാണ്, ഞാൻ മറന്നുപോയി. ചേട്ടായി ആണാകുമ്പോ ചേട്ടായിമാർക്ക് എന്ത് വേണേലും ചെയ്യാം. പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അല്ലേ ചേട്ടായി? അയ്യോ കൊഞ്ചു പോയി. ചേട്ടായിയുടെ കൊഞ്ചു പോയി. ഓവർ കളിയാക്കണ്ട. ഞങ്ങളൊരു സ്ലാങ് ചലഞ്ച് ചെയ്യാന്ന് വെച്ചാൽ, കാരണം ഇവള് കൊഞ്ചെന്നാ പറയുക. ഞണ്ടെന്ന് ചെമ്മീന കൊഞ്ചെന്ന് പറഞ്ഞേ. കൊഞ്ചൻ. ഞാൻ ചെമ്മീൻ. എന്റെ സ്ലാങ് ഒക്കെ അവിടുന്ന് മാറിപ്പോന്നു. കാരണം ആൾക്കാർ ഇപ്പൊ ഓഫീസിൽ പോകണേലും വേറെ വേറെ സ്ലാങ്ങുള്ള ആൾക്കാരുണ്ടല്ലോ. അധികവും ഇവിടുത്തെ ഒരു സ്ലാങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ എൻ്റെ അത് ആകെ മാറിപ്പോന്നു. മോക്ക് പിന്നെ മടിയാണല്ലോ സംസാരിക്കാൻ. മടിയൊന്നുമില്ലപ്പോ. അല്ല എന്നാലും ഉണ്ടായിരുന്നു, കോൺഫിഡന്റ് അല്ലായിരുന്നു മോളുടെ സ്ലാങ്ങില്. എന്നിട്ട് പറയാം ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചിട്ടാ. നീ പറഞ്ഞിട്ട് എന്റെ കൊഞ്ചം ഫുള്ള് താഴ്പോയി. എന്റെ ചേട്ടായി ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനും ഭാര്യയെ പറയുന്നത്? എനിക്കതല്ല പരിപാടി. ഒന്നില്ലേലും ചേട്ടായി പറയുന്നൊക്കെ കേട്ട് ഞാൻ ജീവിക്കുന്നില്ലേ? ഓള് നിലവിളിക്കുന്നു. ചേട്ടായി ഞാൻ ഇഷ്ടമല്ലല്ലോ, അതാ ഞാൻ ഉള്ളി നിലവിളിക്കല്ലേ. സാരല്ല. ചേട്ടായി പിന്നെ എന്തിനാ അവളോട് വേണ്ടിയത്? നമ്മൾ വീഡിയോ എടുക്കുമ്പോ നിലവിളിക്കാൻ പാടില്ല, മാക്സിമം അഭിനയിക്കും. അയ്യോ ചേട്ടായി മറന്നു. എനിക്ക് സന്തോഷ കണ്ണീർ വന്നതാ. ചെയ്യാനാ? എന്റെ ചേട്ടായിയുടെ ടോക്സിസിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മൾ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതെ, മോറോവർ ഞാനൊരു കലിപ്പന്റെ കാന്താരിയുമാണ്. അതെ, മഴ ഉണ്ട്, നല്ല മഴ. കലിപ്പന്റെ കാന്താരി അല്ല, എന്റെ കാക്കായുടെ കാന്താരി. കാക്കേ? നീയല്ലേ എന്റെ കാക്ക അല്ലേ? അതെ. ഇനി നമുക്ക് ചെമ്മീൻ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കാം. ബിഫോർ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ ചെമ്മീൻ മേലെ ഒരു മസാല പിടിക്കാൻ ചെമ്മീൻ പൊരിച്ചെടുക്കാം ഗൈസ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഫസ്റ്റോ സെക്കൻഡോ ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമുക്ക് ഉപ്പിടാം. ഇതിൽ ഇത്തിരി ഉപ്പിടാം. എന്നിട്ട് കറിയിൽ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. കുറച്ചിട്ടാൽ മതി. ഞാൻ ഇത്ര മാത്രം മസാല ഇടുള്ളൂ. നമ്മൾ ഈ 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇതിലിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് അടുപ്പത്തൊന്നും എടുത്ത് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്യാൻ പോവുക. 2-3 താഴത്തൊക്കെ പോയി.
നമ്മൾ നിലത്തിരുന്ന് തിന്നാൻ കൊടുക്കണോരാ. കേക്ക് ഗൈസ്. അപ്പം നമുക്ക് ചെമ്മീന് ഫ്രൈക്കുള്ള കാര്യങ്ങൾ ചെയ്യാണ്, മസാല ഉണ്ടാക്കാൻ. സോ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കറിവേപ്പില, ചെറിയുള്ളി, വലിയുള്ളി ഒക്കെ ഇടാം. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ചെമ്മീൻ ഇവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ മെയിൻ താരം വരുന്നത്. ഇതൊന്ന് ഇതാക്കിയെടുക്കാം. കറിവേപ്പില, മുളകൊക്കെ ഇടാം. മുളക് നിങ്ങളെ സ്പൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. നിങ്ങൾ വിചാരിക്കും മറ്റേ വലിയ ഷെഫ് എവിടെ പോയി എന്നുള്ളത്. വലിയ ഷെഫ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്നുണ്ട് ഗായ്സ്. ഡേ ഞാൻ ചെറിയ ഷെഫല്ലേ. ഓക്കെ, ചേട്ടായി ഒച്ചെടുക്കണ്ട. ആ കേട്ടില്ല, അതുകൊണ്ട് ഞാൻ ചിരിച്ചിരിക്കാം. ഓക്കെ, അപ്പം നല്ലോണം ഒന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൽ ഉള്ളി, തക്കാളി. ഞാൻ ഇതിൽ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഓവർ ആഡ് ചെയ്യുന്നൊന്നുമില്ല. പൊടികളാണെങ്കിലും വെരി ലിറ്റിൽ. ഓക്കെ, അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിടണം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇത് തീർന്നെന്നുള്ളത്. നമുക്ക് ചെറിയുള്ളി നല്ലത്. ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഇടാം. ബിക്കോസ് ഞാൻ ചെറിയുള്ളി ഇതിൽ ആഡ് ചെയ്യാൻ കാരണം, കുറച്ച് ചെറിയുള്ളി കുറച്ച് വലിയുള്ളി ആഡ് ചെയ്യാൻ കാരണം, ചെറിയുള്ളി ഗീവ്സ് എ ഗുഡ് ടേസ്റ്റ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വലിയുള്ളി ആഡ് ചെയ്യാം. ഇതൊക്കെ ഇനി നമ്മൾ സോട്ട് ചെയ്ത് ഒരു ഭയങ്കര ഒടിന്ന എന്താ പറയാ, എന്താടാ, സോട്ട് ചെയ്ത് ബ്രൗൺ കളർ ആവണ്ട, പക്ഷെ ഭയങ്കര ഒരു കുറച്ച് വെന്താ മതി. ട്രാൻസ്പാരന്റ് രീതിയിലാവണം. ഓഹോ, ഒടിഞ്ഞിട്ട്. യെസ്. അപ്പൊ നമുക്ക് ചെമ്മീൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ടേസ്റ്റ് ചെയ്യൂ. നല്ലതാ. ഞാൻ പറഞ്ഞ ശരി, ആ ഉള്ളിയും ഇഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. യെസ്. ഓക്കെ, ബൈ. അപ്പം ഞാൻ അതിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കേട്ടോ. തീ നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കാം. കുറേ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നൊന്നുമില്ല, കുറച്ചാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ബിക്കോസ് ഉപ്പ് കൂടിപ്പോയാൽ ഇത് വോണ്ട് ടേസ്റ്റ് ഗുഡ്. അപ്പോൾ ഗൈസ്, നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലാണ് കേട്ടോ. ഗസ്റ്റ് അറൈവ് ചെയ്തിട്ടുണ്ട്. പഠിപ്പിച്ചെന്ന പോലെ പറയാം. ഫുഡ് എങ്ങനെയാ? കപ്പ കൊള്ളാമായിരുന്നു. പിന്നെന്താ, ചെമ്മീൻ നല്ലതാണെന്നല്ലേ പറയാൻ പറഞ്ഞ. ചെമ്മീൻ നല്ലതായിരുന്നു. പച്ചവെള്ളം തന്നില്ല, അതറിയോ? പിന്നെ പോട്ടേന്ന് വെക്കാണ്. എന്നിട്ട് അതുകൊണ്ട് പച്ചവെള്ളം കൊടുക്കാത്തോണ്ട് ഇപ്പൊ പിണങ്ങി പോവുക. അപ്പോൾ ഏതായാലും ഞാൻ വന്നു. നമ്മളെ കുറച്ച് പരിപാടികളും ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയി. ഒരു സൺഡേ വർക്ക് ഫ്രം ഹോം ആയിരുന്നു എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം. സോ ഇറ്റ് വാസ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച് ആൻഡ് ഫോർ ദ വണ്ടർഫുൾ ലഞ്ച്. പോരെ, ഡെസേർട്ട് തന്നില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആംസ്റ്റർഡാമിന്ന് കുറച്ച് നട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും പറയല്ലേ. അപ്പോ കുറച്ച് നട്ട്സ് മാത്രമേ കൊണ്ടുവരാൻ ഇല്ല, ഇത്രയല്ല. നമുക്ക് അവിടെ ഒരു പാക്കറ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതവിടെ ഇല്ലേ? ആ, ഉണ്ട്. നല്ലതല്ലേ? നല്ലതാ, നല്ല ടേസ്റ്റ്. അത് നല്ലതാണെന്ന് നമ്മൾ തിരിച്ചു പറയണം അല്ലേ? നന്ദി വാക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയാ.